നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പര്യടനം നടത്തും. ആര്യാടൻ ഷൗക്കത്ത് കാലുവാരി എന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ VV പ്രകാശിന്റെ വീട്ടിൽ അൻവർ ഇന്നലെ എത്തിയിരുന്നു. അൻവറിന്റെ തുടർ നീക്കങ്ങൾ ഇനി എന്ത് എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വിവിധ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. ഷിനോജ് ST ഉണ്ട്, ഇംതിയാസ് കരീമും നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം ഷിനോജിലേക്ക്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. PV അൻവറിന്റെ നീക്കങ്ങൾ എല്ലാ സമയത്തും നിഗൂഢമാണ്. എങ്ങനെ ഏത് തരത്തിൽ നീങ്ങുമെന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനേ കഴിയാത്തത് PV അൻവറിന്റെ കാര്യത്തിലാണ്. ഇതിപ്പോ വല്ലാതെ UDF-ൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു അന്തർധാര പോലും ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും ഇനി അൻവറിന്റെ നീക്കം? ഒരു കവലയിൽ TV വെച്ച് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ പാകത്തിന് ചില കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. മോത്തി, അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം അൻവർ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. നമുക്കറിയാം, പലതരത്തിലുള്ള അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം അൻവറിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള ഭീഷണിയൊക്കെ തന്നെയാണ് ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തന്റെ ഭാഗത്ത് തന്റെ കയ്യിൽ ചില ഓഡിയോ സന്ദേശങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അത് ഈ നാട്ടിലെ പലരും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഉന്നം വെച്ചാണ് പറഞ്ഞത്. മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നം വെച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉന്നം വെച്ചാണ് അൻവർ ഇനി നീങ്ങുന്നത്. അത്തരത്തിൽ ഈ നിലമ്പൂർ കവലയിൽ ഇത്തരത്തിൽ TV വെച്ച് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി കണ്ടറിയേണ്ടതിരിക്കുന്നു. എന്തായാലും അൻവർ ഇന്ന് മുതൽ പ്രചാരണത്തിന് ഇറങ്ങുകയാണ്. അതേസമയത്ത് തന്നെ ചില വ്യക്തികളെ, മണ്ഡലത്തിലെ ചില വ്യക്തികൾ നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് അൻവർ ഇന്ന് സമയം ചെലവാക്കുന്നത്. രാവിലെ അൻവർ വീട്ടിലില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും JPPM, ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്ന ഒരു പുതിയ മുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് അൻവർ ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി UDF-ന് മുന്നിലേക്ക് മറ്റൊരു വാതിലില്ല. UDF-ന്റെ വാതിലുകളൊക്കെ തന്നെ ഏതാണ്ട് അടങ്ങിയ മട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി അൻവറിന് ഒറ്റയ്ക്ക് മത്സരിച്ച് മാത്രമേ നിവർത്തിയുള്ളൂ. പക്ഷേ ആ മത്സരത്തിൽ എത്രത്തോളം അൻവർ വോട്ട് പിടിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഒരു 10,000-ന് മുകളിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ, തനിക്ക് മണ്ഡലത്തിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗുമായൊക്കെ ചേർന്ന ഒരു സീറ്റ് അൻവറിന് സെറ്റിൽ ചെയ്യാം. പക്ഷേ ഒരു 10,000-ന് താഴെ, ഒരു 5,000-ന് താഴെ വോട്ടിലേക്ക് അൻവർ ചുരുങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അതോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോട് കൂടിയാണ് അൻവർ നീങ്ങുന്നത്. UDF-ന്റെ ഏകദേശം വാതിലുകൾ അടഞ്ഞു എന്ന് പറയുമ്പോഴും ഇന്നലെ നമ്മൾ കണ്ട UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നമ്മൾ കണ്ടതാണ്, അൻവറിന്റെ പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെയാണ് പ്രധാനമായും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടുള്ള ഭയമുള്ളതുപോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. നേരിട്ട് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധത്തിന് താല്പര്യവുമില്ല. തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയിലൂടെയാണ് UDF-ഉം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ. തീർച്ചയായും മോത്തിയ, കാരണം നിലമ്പൂരിൽ അൻവറിനുള്ള ജനകീയപരമായ വോട്ടുകൾ, വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾ അത് എത്രത്തോളം ഉണ്ട് എന്ന ലീഗിന് കൃത്യമായി ബോധ്യമുണ്ട്. അത് കോൺഗ്രസിന് എത്രത്തോളം ബോധ്യമില്ലെങ്കിൽ കൂടി ലീഗിന് അതുമായി ബന്ധപ്പെട്ട ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ ഒപ്പം ചേർത്തുകൊണ്ട് പോകണം എന്ന് ലീഗ് വളരെ ആദ്യം മുതൽ തന്നെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ലീഗ് പല വഴികളും നോക്കിയതാണ്, പല നേതാക്കളെയും വിട്ട് അൻവറുമായൊക്കെ തന്നെ സംസാരിപ്പിച്ചതാണ്. പക്ഷേ അൻവർ കൂട്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് ലീഗിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രതികരണം നടത്തിയ പല ലീഗിലെ നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് അവനെ വേണം, പക്ഷെ അവനെ ഞങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ഇന്നലെ പല ലീഗിന്റെ നേതാക്കളും ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു നേതൃത്വത്തെ ഇത്തരത്തിൽ ഒരു മുന്നണി നിർത്തി ഒരു സ്ഥാനാർത്ഥിയെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന ആ സ്ഥാനാർത്ഥിക്കെതിരെ അയാൾ ഒറ്റക്കാരനാണ്, അയാൾ CPM-മായി ചർച്ച നടത്തിയ ആളാണെന്നൊക്കെ പരസ്യമായി തന്നെ ഇത്തരത്തിൽ പറയുന്ന ആ മുന്നണിയുടെ ചെയർമാനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്ന ചോദ്യം ബാക്കിയുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രസ്താവനകൾ നടത്തുന്ന അൻവറിനെ ഞങ്ങൾക്കൊപ്പം കൊണ്ടുവന്ന്, UDF-നൊപ്പം കൊണ്ടുവന്ന് എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF ഈ വിഷയത്തിൽ വളരെ കരുതലോടെ നീങ്ങുന്നത്. അൻവറിനെ തൽക്കാലം ആക്രമിക്കാൻ ഉദ്ദേശമില്ല. അതിനൊപ്പം തന്നെ സർക്കാരിനെതിരായ വിമർശനങ്ങൾ, സർക്കാരിനെതിരായ കഴിഞ്ഞ 9 വർഷത്തിന് വികസന മുരടിപ്പുകൾ, അത്തരത്തെ വിഷയങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നതാണ് ഇനി UDF-ന്റെ നയം. അത് തന്നെയാണ് ഇന്നലെ നമ്മൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും കണ്ടത്. അൻവറിനെ കാര്യമായി ഒന്നും പറയുന്നില്ല, അൻവറിന്റെ പേര് പോലും ഇന്നലെ യോഗത്തിൽ പറഞ്ഞില്ല. അതേസമയത്ത് തന്നെ സർക്കാരിനെ വിമർശിക്കുന്ന, മുഖ്യമന്ത്രിയെ ചതിയനാണെന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മലപ്പുറം വിഷയത്തിൽ കഴിഞ്ഞ
മലപ്പുറം ഈ പത്രവുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ മലപ്പുറത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയാണ് ചതിയൻ എന്ന് പറയുന്നതോടെ കെ സി വേണുഗോപാൽ സർക്കാരിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ജനകീയ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലാണ് കോൺഗ്രസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയത്ത് തന്നെ അൻവറിന്റെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമാണ്. കാരണം അൻവർ എന്ത് ചെയ്യുമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു, പക്ഷേ അത് പിൻവലിക്കാനുള്ള ദിവസങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി ഷിനോജ, ഇംതിയാസ് കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. UDF ക്യാമ്പിലും വളരെ പ്ലാൻ ചെയ്തുള്ള നീക്കങ്ങൾ നടക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അതിശക്തമായ മത്സരമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. PV അൻവർ ഇത്രയധികം ശക്തനായി മുന്നോട്ട് നീങ്ങുന്നു, കയ്യിൽ പല മരുന്നുകളുമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ UDF നേരത്തെ പദ്ധതി ഇട്ടതിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് നീക്കം? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ UDF കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു ഘട്ടത്തിൽ PV അൻവറിനെ വരെ കൂടെ കൂട്ടി നിലമ്പൂരിൽ വൻ വിജയം നേടാമെന്ന കാര്യത്തിലേക്ക് വരെ ഒരു പക്ഷേ അങ്ങനെ ആലോചിച്ചതാണ്. ലീഗ് അതിനുവേണ്ടി വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തി ആ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥി അടക്കം തള്ളിപ്പറഞ്ഞ് അൻവർ മറ്റൊരു രീതിയിൽ പ്രതികരണമൊക്കെ നടത്തിയ സമയത്താണ് പിന്നീട് അത് വലിയ ആശയക്കുഴപ്പത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയത്. എന്നാൽ അൻവർ അടക്കം മത്സര രംഗത്തേക്ക് വരുമ്പോൾ UDF കുറെ കൂടെ ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തണമെന്നതിൽ ഒരു സംശയവുമില്ല. അതായത് UDF ഇവിടെ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തുടക്കം മുതൽ തന്നെ മണ്ഡലത്തിൽ വളരെ വൈകാരികമായി മുന്നോട്ട് പോകുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. അതാണ് ആര്യടൻ മുഹമ്മദിന്റെ ഖബറിനരികിൽ പോയി അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് പോയത് VV പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിലേക്കായിരുന്നു. അവിടെയൊക്കെ വൈകാരികമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ ഇന്നലെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വന്ന് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ആദ്യം പോയത് VV പ്രകാശിന്റെ വീട്ടിലേക്കാണ്. 2021 VV പ്രകാശും അതുപോലെ തന്നെ PV അൻവറും തമ്മിൽ ഏറ്റുമുട്ടിയ കഥകളൊക്കെ നമുക്കറിയാം. വളരെ 2000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷ കുറവിലാണ് VV പ്രകാശ് അവിടെ തോറ്റുപോയത്. അതിൽ പക്ഷേ ആര്യടൻ ഷൗക്കത്ത് അന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിട്ടിരുന്നു. അതായത് ഒരു പക്ഷേ ഈ പരാജയത്തിന്റെ കാരണം ഇതിന് പിന്നിൽ ആര്യടൻ ഷൗക്കത്തിന്റെ കൈകളുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നു. കുടുംബം വരെ ആരോപണങ്ങളുമായിട്ട് VV പ്രകാശിന്റെ കുടുംബം വരെ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം UDFനെതിരെ ഉപയോഗിക്കുക എന്ന സ്ട്രാറ്റജിയാണ് CPM ഉപയോഗിക്കുന്നത്. അതിനെ കൃത്യമായി UDFന് ഇത്തവണ പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കണമെങ്കിൽ കുറെ കൂടെ വൈകാരികമായി മുന്നോട്ട് നീങ്ങണമെന്നതാണ് UDF ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, CPM എടുത്തു പറയുന്ന ഒരു കാര്യം, അൻവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്ത് ഇതുവരെ VV പ്രകാശിന്റെ കുടുംബത്തെ കണ്ടില്ല, സംസാരിച്ചില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നാൽ തുടർന്നുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പക്ഷേ കുടുംബത്തെയൊക്കെ കണ്ട് വളരെ വൈകാരികമായി നീങ്ങുക എന്നത് തന്നെയാണ് UDFന്റെ മുൻപിലുള്ള ലക്ഷ്യം. അതോടൊപ്പം തന്നെ അൻവർ ഇടുന്ന ബോംബുകൾ, ഈ ബോംബുകളെ കൃത്യമായി പ്രതിരോധിക്കുക എന്നൊരു കാര്യം കൂടെയുണ്ട്. അതോടൊപ്പം ഇന്നലെ അൻവർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ വൈകാരികമായി നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. PV അൻവറിന്റെ കാര്യത്തിൽ പലപ്പോഴും വളരെ ധാർഷ്ട്യത്തോടു കൂടി ഉറച്ച വാക്കുകളിൽ സംസാരിച്ചിരുന്ന PV അൻവർ മാറി പകരം വളരെ സൗമ്യനായി കണ്ണു നിറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന, വൈകാരികമായി പ്രതികരിക്കുന്ന PV അൻവറിനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വൈകാരികമായി എന്ത് കളിയും PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് VV പ്രകാശിന്റെ വീട്, ബന്ധുക്കളെ സന്ദർശിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ടാവും. അതിനൊക്കെ മറുമരുന്ന് എന്നതുപോലെ തന്നെ UDF ക്യാമ്പിലും നീക്കങ്ങൾ ഉണ്ടായേ മതിയാവും.